ശിവൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഗോവയിലെ തന്നെ ഏറ്റവും വലുതും പ്രശസ്തവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മങ്കേഷി ടെമ്പിൾ. ഉച്ചയ്ക്ക് 1 മണിയോടെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ഷേത്രം തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. നോർത്ത് ഗോവയിലെ പോണ്ട താലൂക്കിലുള്ള പ്രയോൾ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 14-ാം നൂറ്റാണ്ടിൽ കദംബ രാജവംശമാണ് ഈ ക്ഷേത്രം പണിതതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ പല വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും പറയപ്പെടുന്നുണ്ട്. പാർവതി ദേവി ഭഗവാൻ ശിവനെ കളിപ്പിക്കാനായി ഒരു സിംഹത്തിന്റെ രൂപം ധരിച്ച് അദ്ദേഹത്തിന്റെ മുന്നിലെത്തുകയും ഭയന്നുപോയ ഭഗവാൻ മാം ഗിരീശ എന്ന നിലവിളിക്കുകയും ചെയ്തു. പർവ്വതങ്ങളുടെ നാഥ എന്ന അർത്ഥത്തിലുള്ള ഈ വാക്കിൽ നിന്നാണ് മങ്കേഷ് എന്ന പേര് ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്ധകാസുരൻ എന്ന അസുരനിൽ നിന്ന് ഭഗവാനെ സംരക്ഷിക്കാൻ മഹാലക്ഷ്മി സിംഹരൂപമെടുത്തു എന്നൊരു ഐതിഹ്യ കഥയും പ്രചാരത്തിലുണ്ട്. 7 നിലകളിലുള്ള ഈ ക്ഷേത്രത്തിന്റെ ദീപസ്തംഭം ഗോവൻ വാസ്തുവിദ്യയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. ഗോവയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് ഈ ക്ഷേത്രം. സാരസ്വത ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട നിരവധി കുടുംബങ്ങളുടെ കുലദൈവമാണ് മങ്കേഷ് ഭഗവാൻ. പ്രശസ്ത ഗായിക ലതാ മങ്കേഷ്കറുടെ കുടുംബം ഈ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. എല്ലാ തിങ്കളാഴ്ചയും നടത്തുന്ന ഭഗവാന്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പൽക്കി ഘോഷയാത്രയും കണ്ട് തൊഴുത് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും ഷോപ്പിങ്ങിനും മറ്റുമായി മികച്ച സൗകര്യങ്ങൾ ഇവിടെ ക്ഷേത്ര പരിസരത്ത് ലഭ്യമാണ്. ഗോവയിലെ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ സാധനങ്ങൾക്കും ഭക്ഷണത്തിനും ചെറിയ വിലക്കുറവുണ്ട്. ആത്മീയതയ്ക്കും വിനോദത്തിനും പേരുകേട്ട ഗോവയിലെ ഒരിടം മങ്കേഷ് ടെമ്പിൾ. ഈ ക്ഷേത്ര സന്ദർശനത്തോടെ ഞങ്ങളുടെ 2 ദിവസത്തെ ഗോവൻ യാത്ര അവസാനിച്ചു. മനോഹരമായ ഓർമ്മകളുമായി മഡ്ഗോൺ സ്റ്റേഷനിൽ നിന്നും 5 മണിയോടെ ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു.